തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് തേങ്ങ അരച്ചതും ഇട്ട് നല്ല വെളുത്തുള്ളി, സവോള, തക്കാളി, കാന്താരി മുളക്, ഇതെല്ലാം കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം ഇട്ട് മാങ്ങ കണ്ട അങ്ങനെ എല്ലാം ഇട്ടില്ല. ഇനി എന്തെങ്കിലും ഇടാൻ ബാക്കി ഉണ്ടെന്ന് ചോദിച്ചാൽ ഇനി ബാക്കി ഒന്നും ഇല്ല, ഇത്ര മതിന്ന് മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും കൂടെ ഇടാറുണ്ട് കേട്ടാ. അയ്യോ, ഉപ്പും കൂടെ ഇടാം, അല്ലെങ്കിൽ ഉപ്പില്ലെങ്കിൽ ശരിയാവില്ല. ഉപ്പില്ലാതെ പണ്ട് ഉപ്പയിലേന്ന് പറയണത് പോലെ ഉപ്പ് ഉപ്പ് ഇതെന്ന് പറയുന്നുണ്ട്. മതിയാവും തോന്നുന്നു. അതിന് കുറച്ച് വെള്ളം കൂടെ വീട്ടാം. അപ്പോഴീ ആർക്കെങ്കിലും ഇതുപോലെ സ്റ്റൈലിൽ മീൻ കറി വെക്കണമെങ്കിൽ ഇത് നോക്കി നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്തെങ്കിലും സംശയം ഉണ്ടോ ശീബൻ ചേട്ടൻ്റെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ നിങ്ങൾ കമന്റ് ഇട്ടോ, കുഴപ്പമില്ല. ഇത് മതി കേട്ടാ. കുറച്ചും കൂടെ വെള്ളം വയ്ക്കാനായിട്ട് മീനൊക്കെ ഇങ്ങനെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ അകത്ത് മസാല ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. മുളക് പൊടി ഇട്ട് ഇത്തുപ്പൂരം മഞ്ഞപ്പൊടി ഇല്ല. ഇനി അതിൽ ഇത്തുപ്പൂരം ഉലുവ പൊടി കൂടെ ഇടണമെന്ന് ഇടാൻ ആദ്യം മറന്നു പോയി. അതുകൊണ്ട് അത് ഇത്തുപ്പൂരം ഇതുകൊണ്ട് ഇട്ടാൽ മതി. പിന്നെ ഉലുവ പൊടിയും കൂടെ ഇടുന്നുണ്ട്. അരി ഇതിൽ ഉലുവപ്പൊടി വേണ്ട പൊരിക്കാൻ. മഞ്ഞപ്പൊടി സ്പൂണാലിട്ട് എന്തൊരു ശീവ കാണിക്കും. മീൻ കറി വെക്കുന്നതിൽ മീൻ പൊരിക്കാൻ ഉള്ള ആ ഒരു ഇതിൽ ശീവൻക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ശീവൻ പറയുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് വിചാരിക്കണേ, പേരാണ് ശീവൻ, അതുകൊണ്ടാണ് വിളിച്ചത്. അയ്യോ, പിന്നെ എന്തിനാണ് വേണ്ടത്? ഓ മൈ ഗോഡ്, കടവിലെ വെളിച്ചെണ്ണയില്ല. പൊരിക്കാൻ ഗോൾഡ് പിന്നല്ല പൊരിച്ചാൽ മതി. അയ്യോ, കുറച്ച് മതിയാ? മതിയില്ല.